ഏവർക്കും സ്റ്റഡി മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റഡി മാത്സ് എന്ന് പറയുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. മാത്സിൻ്റെ പാഠഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചാനലിലൂടെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. മാത്സിൻ്റെ പാഠം എന്ന് പറയുമ്പോൾ അത് മാത്സ് ഒളിമ്പിയാഡുണ്ട്, JEE മാത്സ് ഉണ്ട്, NDA മാത്സ് ഉണ്ട്, ഹയർ സെക്കൻഡറി മാത്സ് ഉണ്ട്, SSLC മാത്സ് ഉണ്ട്, SSB മാത്സ് ഉണ്ട്, SSC മാത്സ് ഉണ്ട്. എല്ലാ മാത്സിൻ്റെയും പഠന വീഡിയോകൾ ഈ ചാനലിൽ കൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഡെയിലി ഓരോ വീഡിയോ ഉണ്ടാവും ഓരോ പാഠഭാഗത്തിൽ നിന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും വീഡിയോ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് JEE മെയിൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ പറയുന്നു, എൻ്റെ പേര് മുരളീലാൽ, ഞാൻ മാത്സ് ടീച്ചറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് log 2 to the base 3, log 2 raised to x minus 5 to the base 3, log 2 raised to x minus 7 by 2 base 3 are in arithmetic progression, then the value of x is equal to. അപ്പോൾ 3 ടേം തന്നിട്ടുണ്ട്. 3 ടേം എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ 3 ടേമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിൻ്റെയും ബേസ് തുല്യമാണ്. log 3 ബേസ് 3 ആണ്. അപ്പം നമുക്കിനി ബേസ് 3 പ്രത്യേകിച്ച് എഴുതി വയ്ക്കേണ്ട കാര്യമില്ല. നമുക്കെല്ലാം ബേസ് തുല്യമായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായി. ഇനി എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? 3 ടേം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ABC എന്ന് പറയുന്ന 3 ടേം APയിലാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? 2B = A + C എന്നുള്ളതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ടേമിൻ്റെ ഡബിളായിരിക്കും 16 ടേംസിൻ്റെ സമ്മിന് തുല്യമായിട്ട് വരുന്നത്. ഇവിടെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് Aയും, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് Bയും, മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് Cയുമായിട്ട് നമുക്ക് സങ്കല്പിച്ചാൽ നമുക്ക് കരുതാം. അപ്പോൾ എന്താണ് 2B എന്ന് പറയുന്നത്? 2 × log ബേസ് തുല്യമായതുകൊണ്ട് ബേസ് എഴുതുന്നില്ല. log 2 raised to x minus 5, അതാണ് മിഡിൽ ടേം, = എന്തൊക്കെയാണ്? ആദ്യത്തെ ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും സമ്മിന് തുല്യമായിരിക്കും. ദാറ്റ് = log 2 plus log 2 raised to x minus 7 by 2 തുല്യമായിരിക്കും. ഓക്കെ, ഇനി എന്താണ് നമ്മൾ അടുത്ത ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി പറയുമ്പോഴത്തേക്ക് log x raised to n എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? n log x ആണ്. അതുപോലെ തന്നെ n log x എന്ന് പറയുമ്പോൾ തിരിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്? log x raised to n. അടുത്തവർ പറയുന്ന പോലെ log A × B = log A plus log B എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ log A plus log B നമുക്ക് എങ്ങനെ എഴുതാം? log A × B ആയിട്ട് എഴുതാൻ പറ്റും. ഈ രണ്ട് പ്രോപ്പർട്ടി നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ പവറായിട്ട് മാറാം. അപ്പോൾ എന്ത് കിട്ടി? log 2 raised to x minus 5 the whole square is equal to n log x = log x raised to n. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്, 2 മുകളിൽ വന്നു. ഇനി log A plus log B എന്താണ്? log A × B. അപ്പോൾ എങ്ങനെ എഴുതാം? log A എന്താണ്? 2 × 2 raised to x minus 7 by 2. ക്ലിയർ ആയല്ലോ? ഇത്രയും നമ്മൾ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ രണ്ടിൻ്റെ ബേസ് തുല്യമാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെയും 3, ഇവിടെയും 3. അപ്പോൾ ലോഗരിതത്തിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി എന്താണ്? log to the base A log x to the base A = log y to the base B. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y to the base A, രണ്ടിൻ്റെ ബേസ് തുല്യമാണ്. ഇവിടെ x ആണ്, ഇവിടെ y ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? x = y എന്നുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച്
നമുക്ക് എഴുതുമ്പോൾ ലോഗ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി കിട്ടും. അപ്പോൾ നമുക്കിവിടെ എഴുതാം 2 റേസ് ടു എക്സ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ 2 അകത്തോട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു 2 റേസ് ടു എക്സ് മൈനസ് 2 ഇൻറ്റു 7/2, 2 ക്യാൻസലായി പോവും, -7. ഇനി നമുക്ക് ഇവനെ എക്സ്പാൻഡ് ചെയ്യാം. ഇവനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുലയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 റേസ് ടു 2x മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു 2 റേസ് ടു എക്സ്, 2 ഇൻറ്റു എ 2 റേസ് ടു എക്സ് 5b, 2 ഇൻറ്റു 5 ഇൻറ്റു 2 റേസ് ടു എക്സ് പ്ലസ് 5 സ്ക്വയർ എത്രയാണ്? 25 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 റേസ് ടു എക്സ് -7. ദെൻ 2 റേസ് ടു 2x മൈനസ് 2 ഇൻറ്റു 5 എത്രയാണ്? 10 ഇൻറ്റു 2 റേസ് ടു എക്സ്, ഈ 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -2 ഇൻറ്റു 2 റേസ് ടു എക്സ് പ്ലസ് -7 ഇപ്പുറം കൊണ്ടുവരുമ്പം +7 ആവും. ഇപ്പം 25 + 7 എത്രയാണ്? 32 ഈസ് ഈക്വൽ ടു 0. 2 റേസ് ടു 2x മൈനസ് -10 2 റേസ് ടു എക്സ് മൈനസ് 2 ഇൻറ്റു 2 റേസ് ടു എക്സ്, ടോട്ടൽ 12 2 റേസ് ടു എക്സ് പ്ലസ് 32 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? 2 റേസ് ടു എക്സിന് y എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു y. അപ്പോൾ ഇക്വേഷൻ എന്താവും? 2 റേസ് ടു എക്സ് ആണ് y, 2 റേസ് ടു 2x എന്താവും? y സ്ക്വയർ മൈനസ് 12y പ്ലസ് 32 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു നമ്മളല്ലേ. അപ്പം y സ്ക്വയർ മൈനസ് 12y പ്ലസ് 32, y സ്ക്വയർ മൈനസ് 12y പ്ലസ് 32 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. 32 എന്ന് വെച്ചാൽ 8 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു y സ്ക്വയർ മൈനസ് 12നെ 8ഉം 4ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -12. അപ്പോൾ -8y മൈനസ് 4y പ്ലസ് 32 ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് 2 ടൈമിൽ നമ്മൾ എന്ത് പുറത്തെടുക്കുന്നു? കോമൺ ആയിട്ടുള്ള y പുറത്തെടുക്കുന്നു. ബാക്കി എന്ത് കിട്ടുന്നു? y -8. ഇവിടെ നിന്ന് ആരെ പുറത്തെടുക്കാം? നമുക്ക് -4നെ പുറത്തെടുത്താൽ ബാക്കി എന്ത് കിട്ടും? y -8 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് y -8 അഗെയിൻ കോമൺ എടുത്താൽ ബാക്കിയുള്ളത് y -4 ഈസ് ഈക്വൽ ടു 0. വൈയുടെ വില എന്ത് കിട്ടി? വൈയുടെ വില 8 എന്നും കിട്ടി, വൈയുടെ വില 4 എന്നും കിട്ടി. അപ്പോൾ വൈക്ക് നമുക്ക് 2 വില കൊടുത്തു അല്ലേ. നമ്മളെന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? വൈക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 2 റേസ് ടു എക്സ്. അതാണ് 2 റേസ് ടു എക്സ് വെൻ y ഈസ് ഈക്വൽ ടു 8. 2 റേസ് ടു y എന്ന് പറഞ്ഞാൽ 2 റേസ് ടു എക്സ് ആണ്. 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 8. 8 നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 3. അപ്പോൾ ബേസ് തുല്യമാണെങ്കിൽ പവർ തുല്യമായിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 3 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താണ്? y ഈസ് ഈക്വൽ ടു 4 വന്നു. y ഈസ് ഈക്വൽ ടു 4 വന്നു. അപ്പോൾ 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 4. 4 നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. ബേസ് തുല്യമായതുകൊണ്ട് പവർ തുല്യമായിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിൽ ഏതാണ് എക്സ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നുള്ളത് വന്നിട്ടുണ്ട്. അതിൽ ഏതായിരിക്കും നമ്മുടെ വാല്യൂ? രണ്ടും ആണോ അല്ലയോ എന്ന് വെച്ചാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്നാ ചെക്ക് ചെയ്യാം? അത് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ പോകുമ്പോൾ എന്താണ്? ഇവിടെ ഒരു വാല്യൂ കിടക്കുന്നുണ്ട്. എന്താണ്? 2 റേസ് ടു എക്സ് -5. ഇവിടെ 2 റേസ് ടു എക്സ് -5 എന്താണ്? ലോഗാണ്. ലോഗ് 2 റേസ് ടു എക്സ് -5.
അപ്പോൾ എക്സിന് വാല്യൂ 3 കൊടുക്കുമ്പോൾ 2⁵3 88 മൈനസ് 5 3 നോ പ്രോബ്ലം. 2 കൊടുക്കുമ്പോഴോ ലോഗ് 2⁴ 4 മൈനസ് 5 ഈസ് ഈക്വൽ ടു ലോഗ് -1. ലോഗരിതത്തിൻ്റെ വാല്യൂ -1ൽ നിഷിദ്ധമാണ്. അപ്പം നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നൊരു വാല്യൂ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ആ ഫൈനൽ ആൻസർ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 3 ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നന്ദി, നമസ്കാരം.